എല്ലാവർക്കും ഓണം, അധ്യാപക ദിനം, മദർ തെരേസ സ്മരണ ദിനം, നബിദിനം തുടങ്ങി വിവിധ ആഘോഷ ദിനത്തിൻ്റെ മംഗളാശംസകൾ അർപ്പിച്ചുകൊണ്ട് 1921 ഫെബ്രുവരി ലക്കം 2 122 വർഷം പൂർത്തിയാക്കുന്ന കർമ്മലകുസുമം മാസിക പുസ്തകം 19 ലക്കം 2 വർഷം 1921 മംഗളം പുനരർപ്പിക്കുന്നു. ആരിലുള്ള ദൃഢഭക്തിയാൽ ബഹുജനങ്ങൾ ചേർന്നു മദിരാശിയിൽ ഭൂരിഘോഷമൊടഭൂതപൂർവമധുനാ നടത്തി മരിയ സഭ. നാരിമാരിലതിപൂജ്യയ സകലനാഥയാം പ്രയതമേരിതൻ പേരിയെന്ന കുസുമം പ്രമോദജലധൗ കിടന്നു മറിയുന്നുതേ. തെങ്ങുമൂട്ടിൽ വർഗീസ് സുമാപ്പിള രചിച്ചതാണ് ഈ മംഗളം. ഇന്ത്യ, ബർമ്മ, സിലോൺ മരിയ മഹാജനസഭ, മദ്രാസ് 1921 ഫെബ്രുവരി 4, 5, 6 ചൊവ്വ, ബുധൻ, വ്യാഴം. പ്രസ്താവന: ദൈവജനനിയുടെ വാത്സല്യ മക്കളായ ഇന്ത്യയിലെ കത്തോലിക്കർ ദീർഘനാളായി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന മരിയ മഹാജനസഭ ഇത് മംഗളമായി പര്യവസാനിച്ചിരിക്കുന്നു. ലോകരക്ഷനാഥനായി മിശിഹ സ്ഥാപിച്ച ഏകവും അപ്പസ്തോലികവും പരിശുദ്ധവുമായ കത്തോലിക്ക സഭ ഞങ്ങളുടേതു മാത്രമാണെന്നും അതിനു പുറമെ ആരും നിത്യരക്ഷ പ്രാപിക്കുന്നതല്ലെന്നും ഏതൊരു ജനക്കൂട്ടം നിരന്തരമായി നിന്നു വാദിക്കുന്നുവോ ആ ജനസഞ്ചയത്തിന് ദൈവസ്ഥാപിതമായ തങ്ങളുടെ സഭയുടെ പ്രാഭവത്തെ വേണ്ട പോലെ അകത്തോലിക്കരുടെ മുമ്പാകെ പ്രത്യക്ഷീഭവിപ്പിക്കുന്നതിന് ഇന്ത്യയിൽ ഇതേവരെ തക്ക സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്രകാരം ഒരു സൗകര്യമാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനമായ ഭാഗ്യഭാഗം ചെതലിൽ നിന്ന് പോയി വെച്ച് ഈയിടെ സിദ്ധിച്ചത്. മാർപ്പാപ്പ തിരുമനസ്സിലെ പ്രതിപുരുഷനായ ദലഗാദപ്പസ്തോലിക്ക, 4 പെത്രാപ്പോലീത്താമാർ, 18 മെത്രാന്മാർ, 22 വികാരി ജനറാളന്മാർ, 300-ൽ പരം പട്ടക്കാർ, 30,000-ത്തോളം കത്തോലിക്ക വിശ്വാസികൾ എന്നിവർ ചേർന്ന് 3 ദിവസത്തോളം നടത്തിയ ഈ മഹാസമ്മേളനം കത്തോലിക്കേതരന്മാരായ ഏവരുടെയും ആശ്ചര്യ ബഹുമാനങ്ങൾക്ക് വിഷയീഭവിച്ചിട്ടുണ്ടെന്നുള്ളതിന് 2 പക്ഷമില്ല. അജ്ഞതയിലും അന്ധകാരത്തിലും സ്ഥിതി ചെയ്യുന്നവർ വെളിച്ചത്തിലേക്ക് പിന്തിരിയുന്നതിനുള്ള ഒരു പ്രാരംഭമായി നാം ഇതിനെ കരുതേണ്ടിയിരിക്കുന്നു. കേരളീയരായ മെത്രാന്മാർ എല്ലാവരും സന്നിഹിതരായിരുന്നത് കൂടാതെ പ്രതീക്ഷ കവിഞ്ഞ ഇവിടെ നിന്ന് വൈദികരും ലൗകികരും കോൺഗ്രസിൽ സംബന്ധിക്കുകയുണ്ടായെന്നുള്ളതും ബാക്കി ഭാഗം പിന്നീട്. ആദം ദൈവാജ്ഞ
ഖേദം തീർത്തിങ്ങു വേണ്ടും ഗുണഗണമഖിലം നൽകി രക്ഷിച്ചിടാനായി മോദം പൂണ്ടന്നു പാരം ചെറിയൊരു കുടിലിൽ മർത്യനായി ജാതനായോരാ ദൈവത്തിൻ്റെ അമ്മേ തിരുമിഴി കുസുമത്തിങ്കിൽ വയ്ക്കേണമെന്നും. സെബാസ്റ്റ്യൻ തോപ്പിൽ രചിച്ചത്. കാലിക്കൂട്ടിൽ തിളങ്ങും പരമതനയനെ കൂറോടു ഭംഗിവാക്കാൽ താലോലിച്ചങ്ങെടുത്തിട്ടമിത രുചിയഴും ക്ഷീരമേകുന്ന മേരി മാലിന്യം നീക്കിയെങ്കൽ പരഗതി അരുളും പുണ്യപീയൂഷമേകാൻ ചാലേ വന്നിച്ചിടുന്നു നരനഹമധുനാ നിൻപദം തമ്പുരാട്ടി. CM ദേവസ്യ, അതിരമ്പുഴ. ആദത്തിൻ പിഴയാൽ നശിച്ച ഭുവനം രക്ഷിച്ചു കൊണ്ടിടുവാൻ വേദത്തിൻ പൊരുൾ മാംസമായ ശിശുവേ ഗർഭത്തിലേന്തിപ്പരം മോദത്തെ ജനതയ്ക്കണച്ചു സുചിരം കന്യാത്വമേന്തുന്ന നിൻ പാദത്തെ പണിയുന്നു ചന്ദ്രകലയും നാഥേ നമിക്കുന്നു ഞാൻ. മേരി ജോൺ തോട്ടം എഴുതിയതാണ്. ഈ മേരി ജോൺ തോട്ടം തന്നെയാണ് സിസ്റ്റർ മേരി ബെനീഞ്ഞ എന്ന പേരിൽ ജനിച്ച നാൾ തുടങ്ങി എന്നെ യോമനിച്ചു തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകിയാദരിച്ച ലോകമേ പിരിഞ്ഞിടട്ടെ ഞാനിനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിച്ചിടാൻ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്രവിഭ്രമത്തിലെങ്കിലി നമുക്കു പിന്നെ എന്ത് എന്നൊക്കെ എഴുതിയ ഒരു വലിയ കവി സമൂഹത്തെ മുഴുവൻ കഴിഞ്ഞ 6-7 വർഷങ്ങളായി പരിപൂർണമായിട്ട് തമസ്കരിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമവേല അതിൻ്റെ പൂർണ്ണതയിൽ ഉച്ചസ്ഥായിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പൊന്നോണ ദിനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കവികളെയും കലാകാരന്മാരെയും ചിന്തകരെയും ധ്യാന ഗുരുക്കന്മാരെയും ആത്മീയ ഉപദേഷ്ടാക്കളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുന്ന നമ്മുടെ പ്രയാണം എവിടെ വരെ എന്ന് ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സാക്ഷാൽ ഖണ്ഡന വിമർശനമാണ് ഇത് എന്നെനിക്കറിയാം. മണ്ഡന വിമർശനങ്ങളുടെ മണ്ഡൂകങ്ങളിൽ നാം മയങ്ങിക്കിടന്നാൽ നമ്മുടെ വിശാലമായ ആകാശം പൊട്ടക്കിണറിൻ്റെ അടിയിലിരുന്ന് നോക്കുന്ന തവള കാണുന്ന വെറും പപ്പടവട്ടമുള്ള ഒരു കൊച്ച് ആകാശമായി ചുരുങ്ങും. അക്ഷരത്തെറ്റുകളുടെ ലോകത്ത് അക്ഷര തിരുത്തലുകൾക്ക് ധൈര്യമുള്ളവർ മുന്നോട്ട് വരണം. വരുന്നവൻ്റെ അന്ത്യം അപ്പോൾ തന്നെ എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ രക്തസാക്ഷിത്വത്തിലേക്ക് എടുത്തു ചാടുവാൻ. ആരെ തിരുത്തുന്നോ അതോടെ ആ തെറ്റുകൾ ആവർത്തിക്കുമെന്ന് മാത്രമല്ല, തിരുത്തിയവനെ നിഷ്കരണം ഈ പ്രപഞ്ചത്തു നിന്നും ചാരമാക്കി മാറ്റുവാനുള്ള എല്ലാ യത്നങ്ങളും എല്ലാ കാലവും എന്നും ചരിത്രം ചെയ്തിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. തുടരട്ടെ. വിധിയുടെ വിഭ്രമങ്ങൾക്ക് മുമ്പിൽ പതറാതെ നിൽക്കുവാൻ ഈ പൊന്നോണനാൾ നമ്മെ ക്ഷണിക്കുന്നു. വിജയഗീതങ്ങളുടെ സ്വർഗസംഗീത തേരിലേറി ഒരു പുത്തൻ ഓണം കൂടി നമ്മെ സമീപിക്കുന്നു. എത്രയോ പൂക്കളങ്ങൾ, അവ എത്രയോ പ്രാവശ്യം പാടിയാലും പുതുവർഷത്തിലെ വിളവെടുപ്പ് തിരുനാളായ
പൊന്നോണ തിരുനാളിൽ പുതിയ പുഷ്പങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചമത്രയും പുണ്യപ്രഭ വിതറുന്ന പൊന്നോണ നാൾ എല്ലാ മതസ്ഥർക്കും എല്ലാ ചിന്തകർക്കും ഒരുപോലെ ആഘോഷിക്കാവുന്ന ഏക ആഘോഷനാൾ. ആഘോഷമായി സൗഹൃദം ഒക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കിട്ടിയിരിക്കുന്ന പുണ്യ സുദിനം. ചോദ്യം: ആകാശരാജ്യത്തിൻ്റെ താക്കോലുകളെ ഞാൻ നിനക്ക് തരും എന്ന് വിശുദ്ധ പത്രോസിനോട് നമ്മുടെ ദിവ്യരക്ഷകൻ അരുളി ചെയ്തിട്ടുള്ളതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ജാതി വ്യത്യാസമനുസരിച്ച് അർഹമായ നീതി ആരിൽ നിന്നും മാറ്റി വയ്ക്കപ്പെടരുത്. നീതിയും സ്നേഹവും ജാതി, മത, വർഗ, ഭാഷ, ലിംഗ ആദി ചിന്തകളുടെ ബേസിസിൽ തടയപ്പെടാനോ മാറ്റി നിർത്തപ്പെടുവാനോ ഇടയാകുന്നത് വലിയ പാതകമെന്ന് 2025 സർവ ജനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ നമ്മുടേതായ സംസ്കാരങ്ങളെ വരും തലമുറയിലേക്ക് കൈമോശം വരാതെ സൂക്ഷിക്കുവാൻ ഓരോരോ ജാതിയും വർഗവും ഭാഷയും തങ്ങളുടെ സ്വന്തമായി കരുതിയവയെ ഒന്നിനെയും അവരുടെ പേരുകളെ പോലും നശിച്ചു പോകാതെ ഇരിക്കുവാൻ സൂക്ഷിക്കേണ്ട കടമയുണ്ട്. പേരുകളോട് ചേർന്ന് തങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ തെറ്റായി വ്യാഖ്യാനിച്ചൊരു തലമുറ നമുക്കുണ്ടായി. അത് തികച്ചും തെറ്റായിപ്പോയി. ഓരോരുത്തർക്കും അവനവൻ്റെ മതവും അവനവൻ്റെ ജാതിയും അവനവൻ്റെ വർഗവും അവനവൻ്റെ കുടുംബ പാരമ്പര്യവും ഒക്കെയും വിലപ്പെട്ടത് തന്നെയാണ്. അതിനെ അവൻ തൻ്റെ പേരിനോട് ചേർക്കുന്നത് കണ്ട് അവനെ മാറ്റി നിർത്തുമ്പോഴോ അവനെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതോ ഒക്കെയും പാതകങ്ങൾ തന്നെ. പൊന്നോണ തിരുനാളിൽ പൂവിടുമ്പോൾ ഒരേ പൂക്കൾ കൊണ്ട് അധികമാരും പൂക്കളങ്ങൾ നിർമ്മിക്കാറില്ല. താരും തളിരും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ പൂക്കളം. വിവിധ നിറങ്ങൾ, വിവിധ വർണ്ണങ്ങൾ, വിവിധ ജാതി പുഷ്പങ്ങൾ, വിവിധ വർഗ പുഷ്പങ്ങൾ, വിവിധ വർഗ ഫല വൃക്ഷ ലതാദികൾ ഇവയൊക്കെയും യഥാർത്ഥ പൂക്കളത്തിൻ്റെ ചാരുത വർദ്ധിപ്പിക്കുകയേയുള്ളൂ. നമുക്ക് അഭിമാനിക്കാം നമ്മളായിരിക്കുന്നവയിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നാം ആയിരിക്കുന്ന വർഗത്തിൽ. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ പല തട്ടുകളിലാക്കി തിരിക്കുവാനായിട്ടുള്ള ഒരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നാൽ അത് തിരുവോണ സന്ദേശത്തിൻ്റെ നേരെ വിരുദ്ധമായ ചിന്തയായി മാറും. തിരുവോണം എല്ലാ മലയാളികളും എവിടെയാണെങ്കിലും ആഘോഷിക്കുകയും ആദരിക്കുകയും അതിൻ്റെ ഒരുമയുടെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം ആഘോഷമായി കൊണ്ടാടുകയും ചെയ്യണം. അപ്പോഴേ അരുളും പൊരുളും നേർക്കുനേർ നിരൂപണം മണ്ഡന വിമർശനം മാത്രമല്ല, സാക്ഷാൽ ഖണ്ഡന വിമർശനമെന്ന് നമുക്ക് അടയാളപ്പെടുത്തുവാൻ, ഈ ദിനത്തിന് അടിക്കുറിപ്പാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് 2025 5/9/2025 വെള്ളി, ഓണം, അധ്യാപക ദിനം, മദർ തെരേസ സ്മരണ ദിനം, നബിദിനം, ചരിത്രത്തിൻ്റെ ഭാഗമായി പല പൊതുസമ്മേളനങ്ങളുടെയും വാർഷിക ദിനാചരണം. എത്ര സുന്ദരമായൊരു ദിനത്തിലേക്കാണ് ദൈവം ജീവിക്കുവാൻ നമുക്ക് അനുവാദവും ആരോഗ്യവും അർഹതയും നൽകിയത്. നമുക്ക് ഒന്നു ചേർന്ന്
ആഘോഷമായി പൊന്നോണം ഘോഷിക്കണം. ഇന്നാളിൽ ഞാൻ എന്നോണം ഓർമ്മിക്കണം. ഓമൽഭവ്യനിദാനമാം മറിയമേ, ലോകാംബയാകുന്ന നിന്നാമത്താൽ പുരുകീർത്തി നേടിയ മഹാകോൺഗ്രസ്സിതാ പൂർത്തിയായി. സോമൻ തൻ കലപീഠമാക്കി വിലസും പൂവും തൊഴും താവക ശ്രീമൽപാദയുഗങ്ങളെന്നുമടിയാർക്കിപ്പാരിലാലംബനം. തൂമഞ്ഞിന്നുമിളപ്പമേറ്റമരും ചൊല്ലേറിടും നിൻ യശസ്തോമത്തിനെതിരില്ല കന്യമറിയമേ. കാരുണ്യവാരാന്നിതേ പ്രേമം പൂണ്ടടിയാർക്ക് ജന്മമഹിയാമിന്ത്യായിലെങ്ങും സദാ ക്ഷേമം പുഷ്ടിപ്പെടും വിധം തിരുമിഴി ക്ഷേമം പുഷ്ടിപ്പെടും വിധം തിരുമിഴിക്കോണൊന്നിളക്കേണമേ. ക്ഷേമം പുഷ്ടിപ്പെടും വിധം തിരുമിഴിക്കോണൊന്നിളക്കേണമേ. ഭവ്യം ചേർന്നവളെന്നുമാം അവിരതം കൊണ്ടാടുമെല്ലാരുമി സുവ്യക്തം തവ വാക്യമെത്ര ശരിയായി പോരുന്നു നാരീമണേ. ദിവ്യന്മാർക്കണിയാം നിനക്ക് വിമലാം ഭോജാർക്കനാകും ഗുണദ്രവ്യൻ ദേവനകം തെളിഞ്ഞരുളിയോരൗന്നത്യമന്യാദൃശം. മുന്നം നാരകഭോഗിതൻ തലയെ നീ മർദ്ദിക്കൊണ്ട കലൻ തന്നന്താശയരായ ദൂതർ വഴിയായി നിന്നെ പഴിച്ചിടിലും. മുന്നം നാരകഭോഗിതൻ തലയെ നീ മർദ്ദിക്കൊണ്ട കലൻ തന്നന്താശയരായ ദൂതർ വഴിയായി നിന്നെ പഴിച്ചിടിലും. പൊന്നഞ്ചും പ്രഭ നത്തു നൽകരങ്ങളാൽ പ്രത്യോതനെന്ന പോലെന്നമ്മേ തവ മേന്മതെല്ലു കുറയാതെന്നും വിളങ്ങും ദൃഢം. പൊന്നഞ്ചും പ്രഭനത്തു തൻ കരകളാൽ പ്രത്യോതനെന്ന പോലെന്നമ്മേ തവ മേന്മതെല്ലു കുറയാതെന്നും വിളങ്ങും ദൃഢം. മുപ്പാരിൻ പതിതൻ സുതൻ്റെ ജനനീ സ്ഥാനം ലഭിച്ചുള്ള നീ തൃപ്പാദം പ്രണമിക്കുവോർക്കഭിമതം നൽകുന്നു ഭേദം വിന. ഇപ്പാരിൽ തവ പൊൽപദം ശരണം എന്നോർത്താശ്രയിച്ചിടുവോ രിപ്പാഭിഷ്ടനെയും പരം കരുണയിൽ കാത്തു രക്ഷിക്കണേ. കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള എന്ന് തോന്നുന്നു ഇതിൻ്റെയും രചയിതാവ്. മുന്നം നാരകഭോഗിതൻ തലയെ നീ മർദ്ദിക്കൊണ്ട കലൻ തന്നന്താശയരായ ദൂതർ വഴിയായി നിന്നെ പഴിച്ചിടിലും. പൊന്നഞ്ചും പ്രഭ നത്തു തൻ കരങ്ങളാൽ പ്രത്യോതനെന്ന പോലെന്നമ്മേ തവ മേന്മതെല്ലു കുറയാതെന്നും വിളങ്ങും ദൃഢം.
കോൺഗ്രസ് വിജയം എന്ന തലക്കെട്ടിൽ കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള രചിച്ചതായിരിക്കണം ഈ കാവ്യം. ഏതായാലും പേജ് 39 മേരി മഹാജനസഭാ നടപടികൾ കർമ്മലകുസുമം 1921 ഫെബ്രുവരി ലക്കം 38-39 പേജുകൾ. കേടില്ലാതെ ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വായിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്താവുന്നതാണ്. നിയുക്ത വന്യ ദിവ്യശ്രീ ബോംബെ മെത്രാപ്പോലീത്ത തിരുമനസ്സിലെ പ്രോദ്ഘാടന പ്രസംഗം. അത്യുന്നത ശ്രീ ദലഗാദപ്പസ്തോലിക്ക തിരുമനസ്സിലേക്കും നിതാന്ത്യ വന്യ ശ്രീമാന്മാരായ മെത്രാപ്പൊലീത്താമാർക്കും മെത്രാന്മാർക്കും പ്രിയ വന്യ പുരോഹിതന്മാർക്കും യേശുക്രിസ്തുവിൽ പ്രിയപുത്രന്മാർക്കും സ്വസ്തി. അങ്ങനെ അവസാനമായി ഇക്കഴിഞ്ഞ അനേക സംവത്സരങ്ങൾ മനോവേദനയോടുകൂടെ കാത്തിരുന്നതിൻ്റെ ശേഷം ഇന്ത്യയിലെ കത്തോലിക്കരായ നമുക്ക് ഒന്നിച്ചു കൂടുന്നതിന് കഴിഞ്ഞിരിക്കുന്നു. ദേവജനനിയും മനുഷ്യമാതാവുമായ അനുഗ്രഹിക്കപ്പെട്ട കന്യകാമറിയയുടെ രക്ഷയിൽ നാം കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ വിശ്വാസം എന്ന് വച്ചാൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താകുന്നു എന്ന് നാം തന്നെ ഉച്ചരിക്കുകയും ഈ രാജ്യത്തെ മറ്റ് ജനങ്ങളോട് അവരുടെ ഇടയിൽ നമുക്കുള്ള ഉദ്ദേശ്യം എന്താണെന്നും നാം സസന്തോഷം എന്തായിരിക്കാനും എന്ത് ചെയ്യുവാനും മനസ്സുള്ളവരാണെന്നും പ്രസ്താവിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയുന്നതാണ്. 8 ദീർഘ സംഗമങ്ങൾക്കിടയിൽ ഈ മഹായോഗത്തിലേക്കുള്ള സങ്കല്പം അഭിവൃദ്ധിപ്പെട്ടു വരികയായിരുന്നു. മറ്റ് മഹായോഗങ്ങൾ നടത്തപ്പെടുകയും ശേഷമുള്ളവർ അവരുടെ നാനാകാര്യങ്ങളെ വ്യവസ്ഥാപിതമാക്കുവാനും നിർബന്ധമായി ആവശ്യപ്പെടുകയും യോഗം കൂടുകയും ചെയ്യുമളവിൽ മനുഷ്യജാതിയുടെ ക്ഷേമാർത്ഥം നമ്മെയും ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ലോകസമക്ഷം പ്രഖ്യാപനം ചെയ്യപ്പെടുവാൻ ഒരു സന്ദേശവും ചെയ്യാൻ ഒരു പ്രവൃത്തിയും ഉണ്ടെന്നും നമുക്കും തോന്നിയിട്ടുണ്ട്. ഇവ നമ്മുടെയും നമ്മുടെ സമുദായത്തിൻ്റെയും മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെയും ഗുണത്തിനു വേണ്ടിയാകുന്നു. നമുക്ക് ചുറ്റുമുള്ള സംഗതികൾ പ്രതികൂലങ്ങളായിരുന്നാലും അവയിലെ സഭയുടെ നിർമ്മാണപ്പെട്ടതായി ഒരിക്കൽ തോന്നുകയുണ്ടായില്ലെങ്കിലും നമുക്ക് പ്രസ്താവിക്കുന്നതിന് അവസരം വന്നിരിക്കുന്നതിനും നമ്മുടെ സ്വാമിനീ ഭക്തന്മാരുടെ സ്ഥിരോത്സാഹത്തിനും നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ കത്തോലിക്കരുടെ ഒന്നാമത്തെ ഈ യോഗം ഈ സ്ഥലത്ത് നടത്തുവാനിടയായതിന് അസാമാന്യമായ ഒരൗചിത്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ മദ്രാസ് നഗരിയിൽ ദേവമാതാവിൻ്റെ മാദ്രെ ദേയോസ് ഈ പട്ടണത്തിൽ ഇരിക്കുമ്പോൾ